വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നറിയിച്ച് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് ഒരു ഫോൺ കോൾ. വധശിക്ഷയ്ക്കായി തീയതി തീരുമാനിച്ചെന്നും ജയിൽ അധികൃതരെ വിവരം അറിയിച്ചുവെന്നും അഭിഭാഷകയെ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ പറഞ്ഞതായി നിമിഷപ്രിയ പറയുന്നു. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് നിമിഷപ്രിയ ഇക്കാര്യങ്ങൾ പറയുന്നത്. നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം 24 ലഭിച്ചു. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് യമനിലെ ഇന്ത്യൻ എംബസി വിശദീകരിച്ചു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയ നിലവിൽ യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ്. അഭിഭാഷകയുടേതെന്ന് പറഞ്ഞാണ് നിമിഷപ്രിയയ്ക്ക് ജയിലിൽ ഫോൺ കോൾ വരുന്നത്. വധശിക്ഷ നടപ്പാക്കാൻ തീയതി നിശ്ചയിച്ചുവെന്നും ഇക്കാര്യം ജയിൽ അധികൃതരെ അറിയിച്ചുവെന്നുമായിരുന്നു സന്ദേശം. ഈദ് അവധിക്ക് ശേഷം എന്താകുമെന്നറിയില്ല, എല്ലാവരും തന്നോട് വിഷമത്തോടെയാണ് പെരുമാറുന്നതെന്നും ശബ്ദ സന്ദേശത്തിൽ നിമിഷപ്രിയ പറയുന്നു. മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്താൻ നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് എത്തിയിരുന്നുവെങ്കിലും കുടുംബത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. 24 ഡൽഹി.